ദേവമംഗൾ ആസ്ട്രോ മീഡിയയിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ മംഗളൻ ശർമ്മ. മകൻ നക്ഷത്ര ജാതരുടെ 2025 ജൂൺ മുതൽ 2025 ഡിസംബർ വരെയുള്ള ഗ്രഹചാരവശാലുള്ള പൊതുവായ മാസഫലത്തെക്കുറിച്ചാണ് പറയുന്നത്. മകൻ നക്ഷത്ര ജാതരുടെ ജൂൺ മാസത്തെ ഫലത്തെക്കുറിച്ച് നോക്കുമ്പോൾ കർമ്മരംഗത്ത് അധികാരവും പ്രശസ്തിയും വർദ്ധിക്കും. യാത്രകൾ അധികരിക്കും. ലോട്ടറി മുതലായ ഭാഗ്യപരീക്ഷണങ്ങളിൽ വിജയം നേടും. വിലപ്പെട്ട വസ്തുക്കൾ കൈവശം വന്നു ചേരും. വാഹനങ്ങൾ വാങ്ങുകയോ പഴയ വാഹനങ്ങൾ പുതുക്കി വാങ്ങുകയോ ചെയ്യും. യാത്രകൾ കൊണ്ട് അലച്ചിലുകൾ അനുഭവപ്പെടും. അശ്രദ്ധ മൂലം സാമ്പത്തിക നഷ്ടമുണ്ടാകാൻ സാധ്യതയുള്ളതിനാൽ ശ്രദ്ധിക്കുന്നത് നല്ലത്. അഭിമാനത്തിന് ക്ഷതം സംഭവിക്കുന്ന ഇടപാടുകളിൽ പെടാതെ സൂക്ഷിക്കുക. മിത്രങ്ങളെ ശത്രുക്കളായി കാണുന്ന മനോഭാവം മാറ്റിയില്ലെങ്കിൽ അവർ അറിയാതെ തന്നെ ശത്രുക്കളായി മാറും. അത് മനോവിഷമത്തിന് ഇടവരും. ജീവിത പങ്കാളിയുമായി അഭിപ്രായ വ്യത്യാസത്തിന് ഇടവരാതെ സൂക്ഷിക്കണം. സഹോദരങ്ങളുമായി അകൽച്ചാമനോഭാവം പ്രകടിപ്പിക്കും. പിതാവിനോ പിതൃതുല്യർക്കോ ഉള്ള രോഗങ്ങൾ മൂർച്ഛിക്കും. കാർഷിക രംഗത്തുള്ളവർക്കും ചെറുകിട ബിസിനസ്സുകാർക്കും സമയം ഗുണകരമായി കാണുന്നു. വിദ്യാഭ്യാസ രംഗത്തുള്ളവർക്കും സമയം ഏറെ ഗുണകരമാണ്. മകം നക്ഷത്ര ജാതരുടെ ജൂലൈ മാസത്തെ ചാരവശാലുള്ള ഫലത്തെക്കുറിച്ച് നോക്കുമ്പോൾ തൊഴിൽ രംഗത്ത് അഭിവൃദ്ധിയും സാമ്പത്തിക നേട്ടങ്ങളും കൈവരും. അർഹതയില്ലാത്ത പണം കൈവശം വന്നുചേരും. സുഖത്തിനും ആഡംബരത്തിനും പണം ചെലവഴിക്കും. പ്രവർത്തന രംഗത്ത് ലക്ഷ്യം കൈവരുമെങ്കിലും അലസത മൂലം തൊഴിൽ രംഗത്ത് പ്രശ്നങ്ങളോ മാനസിക വിഷമത്തിനോ ഇടവരാൻ സാധ്യതയുള്ളതിനാൽ സൂക്ഷിക്കുക. വിദ്യാർത്ഥികൾക്ക് ആഗ്രഹിച്ച പോലുള്ള വിജയം കൈവരും. ഉപരിപഠനത്തിനുള്ള വഴികൾ എളുപ്പമാകും. ഉന്നത പഠനത്തിന് പ്രവേശനം കാത്തിരിക്കുന്നവർക്ക് അതിനുള്ള അവസരം കൈവരും. ജോലിക്ക് നിയമനം കാത്തിരിക്കുന്നവർക്ക് കാര്യസാധ്യതയുണ്ടാകും. മാതൃഗുണമുണ്ടാവും. അടുത്ത ബന്ധുക്കൾക്കോ സുഹൃത്തുക്കൾക്കോ ആരോഗ്യ പ്രശ്നത്തിന് ഇടവരും. ചെറുകിട കച്ചവടക്കാർക്കും കൃഷിക്കാർക്കും അത്ര ഗുണകരമായിരിക്കില്ല ഈ സമയം. മകൻ നക്ഷത്ര ജാതരുടെ ആഗസ്റ്റ് മാസത്തെ ഫലത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ആഗസ്റ്റ് മാസം പൊതുവെ നല്ല ഗുണാനുഭവങ്ങളുടെ സമയമായി കാണുന്നു. സാമ്പത്തിക ഉന്നതി കൈവരും. തൊഴിൽ രംഗത്ത് ഉയർച്ചയും അംഗീകാരം ലഭിക്കും. താൽക്കാലിക ജീവനക്കാർക്ക് സ്ഥിര നിയമനം ലഭിക്കാനിടവരും. പുതിയ സംരംഭങ്ങൾ ഏറ്റെടുത്ത് നടത്താൻ ഇടയാകും. സന്താന സൗഭാഗ്യമുണ്ടാകും. എല്ലാ കാര്യങ്ങളിലും പൊതുവെ നേട്ടം കൈവരും. വിദ്യാഭ്യാസ രംഗത്തുള്ളവർക്കും വിദ്യാർത്ഥികൾക്കും അംഗീകാരവും ഉന്നത വിദ്യാവിജയവും നേടാൻ സാധിക്കും. ഈശ്വരവിശ്വാസം വർദ്ധിക്കും. മകം നക്ഷത്ര ജാതരുടെ സെപ്റ്റംബർ മാസത്തെ ഫലത്തെക്കുറിച്ച് നോക്കുമ്പോൾ പൊതുവെ നേട്ടങ്ങളുടെ കാലമായി കാണുന്നു. തൊഴിൽ രംഗത്ത് അംഗീകാരവും സാമ്പത്തിക അഭിവൃദ്ധിയും ഉണ്ടാകും. ജോലിയിൽ സ്ഥിരതയുണ്ടാകുമെങ്കിലും ജോലിഭാരം വർദ്ധിക്കും. യാത്രകൾ കൊണ്ട് ദുരിതങ്ങളുണ്ടാവും. വ്യവഹാരങ്ങളിൽ വിജയം കൈവരും. മനസ്സിനെ അലട്ടിക്കൊണ്ടിരിക്കുന്ന പല പ്രശ്നങ്ങൾക്കും പരിഹാരം കാണാൻ കഴിയും. സന്താനങ്ങളുടെ വിദ്യാഭ്യാസ കാര്യത്തിൽ കൂടുതൽ ശ്രദ്ധയും താല്പര്യവും ഉണ്ടാവും. ലക്ഷ്യബോധത്തോടെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുമെങ്കിലും വിജയത്തിലെത്താൻ കഠിന പ്രയത്നം വേണ്ടിവരും. സ്ത്രീകൾ മുഖാന്തരം മാനസിക ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ശ്രദ്ധയോടെ മുന്നോട്ട് പോയാൽ ഈ സെപ്റ്റംബർ മാസം വളരെ ഗുണകരമായിരിക്കും. മകം നക്ഷത്രക്കാരുടെ ഒക്ടോബർ മാസത്തെ ഫലത്തെക്കുറിച്ച് നോക്കുമ്പോൾ കുടുംബത്തിൽ മംഗളകർമ്മങ്ങൾ നടക്കാൻ യോഗം കാണുന്നു. പ്രവർത്തന മണ്ഡലത്തിൽ ക്രമാനുഗതമായ വളർച്ചയും സാമ്പത്തിക നേട്ടവും കൈവരും. സന്താനങ്ങളെക്കൊണ്ട് അഭിമാനിക്കാനും അതുമൂലമുള്ള മാനസിക സന്തോഷവും ഉണ്ടാകും. ഭാര്യാസ്വത്തുക്കൾ അധീനത്തിൽ വന്നു ചേരും. സഹോദരങ്ങളുമായി ചില സൗന്ദര്യപ്പിണക്കത്തിന് കാരണമാകും. വിദ്യാർത്ഥികൾക്ക് വിദേശ പഠനത്തിന് സാഹചര്യം ഒത്തുവരും. ഈ ആവശ്യത്തെ മുൻനിർത്തി ദൂരയാത്രകൾ വേണ്ടിവരും. മെഡിക്കൽ പഠനത്തിന് ശ്രമിക്കുന്നവർക്ക് അതിനുള്ള ആനുകൂല സമയം കാണുന്നു. ഗവൺമെൻറ്റിൽ നിന്നും ആനുകൂല്യങ്ങളും സ്കോളർഷിപ്പുകളും ഗ്രാൻറ്റുകളും ലഭ്യമാകും. മകം നക്ഷത്ര ജാതരുടെ നവംബർ മാസത്തെ ഫലത്തെക്കുറിച്ച് നോക്കുമ്പോൾ തൊഴിൽ രംഗത്ത് ഉന്നത നേട്ടം കൈവരും. സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടും. ദൂരയാത്രകൾ ചെയ്യേണ്ടി വരും. കഷ്ടനഷ്ടങ്ങളിൽ നിന്ന് മോചനം കൈവരും. ഉറ്റ സുഹൃത്തുക്കളുടെ സഹായം ലഭിക്കും. പലവിധത്തിലുള്ള ശാരീരിക അസ്വസ്ഥതകളുണ്ടാകും. ശരീരത്തിന് ബലക്ഷയം, രോഗാവസ്ഥ എന്നിവ ഉണ്ടാകും. അതുമൂലമുള്ള മനസ്സമാധാന ഭംഗം ഉണ്ടാകും. മുൻകോപവും എടുത്തുചാട്ടവും മറ്റുള്ളവരുടെ അതൃപ്തിക്ക് ഇടവരുത്തും. ഓരോ തീരുമാനങ്ങൾ എടുക്കുമ്പോഴും വളരെ ആലോചിച്ചു മാത്രം ചെയ്യുക. മകം നക്ഷത്ര ജാതരുടെ ഡിസംബർ മാസത്തെ ചാരവശാലുള്ള ഫലത്തെക്കുറിച്ച് നോക്കുമ്പോൾ
നീതിപൂർവമായ സമീപനത്താൽ സർവ്വകാര്യത്തിലും വിജയം നേടാൻ കഴിയുമെങ്കിലും സർക്കാർ ജീവനക്കാർക്ക് സ്ഥാനചലനം ഉണ്ടാകാൻ സാധ്യത കാണുന്നു. മേലുദ്യോഗസ്ഥരുടെ അപ്രീതിക്ക് പാത്രമാകാൻ ഇടവരും. സഹോദരങ്ങളുടെ ഉന്നമനത്തിനു വേണ്ടി പ്രയത്നിക്കുമെങ്കിലും അവരുടെ പെരുമാറ്റം തീർത്തും വിപരീതമായിരിക്കും. കാർഷിക രംഗത്തുള്ളവർക്ക് പല വിധത്തിലുള്ള ഗുണാനുഭവങ്ങൾ ഉണ്ടാകും. എന്നാൽ കച്ചവട രംഗത്തുള്ളവർക്ക് പലവിധ ക്ലേശങ്ങളും നേരിടും. ഭൂമി വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് ആഗ്രഹസാഫല്യമുണ്ടാകും. വിവാഹത്തിന് ശ്രമിക്കുന്നവർക്ക് അതിനുള്ള സമയം അനുകൂലമായി കാണുന്നു. താൽക്കാലിക ജീവനക്കാർക്ക് ജോലി സ്ഥിരമായി കിട്ടാനുള്ള ലഭ്യതയും കാണുന്നു. മകം നക്ഷത്ര ജാതരുടെ 2025 ജൂൺ മുതൽ ഡിസംബർ വരെയുള്ള മാസത്തെ ഗ്രഹചാരവശാലുള്ള ഫലത്തെക്കുറിച്ചാണ് പറഞ്ഞത്. നിങ്ങളുടെ ജാതകത്തിലെ ഗ്രഹസ്ഥിതി അനുസരിച്ച് ഫലത്തിൽ ചില ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടായേക്കാം. എല്ലാവർക്കും ഒരു ശുഭദിനം നേരുന്നു. ഓം ശ്രീ മഹാദേവേ നമഃ.